ഇവിടെ 3.5 കോടിയേ ഉള്ളൂ എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ ഓർത്തോണം. 35 കോടിയോളം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഗുണ്ടകളും പിടിച്ചുപറിക്കാരും പെൺവാണിഭക്കാരും അതേ രീതിയിലുള്ള ആൾക്കാർ തിങ്ങി നിറഞ്ഞ ഒരു സംസ്ഥാനത്തെ ഉത്തർപ്രദേശിനെ അടിച്ച് നിലം പരിശാക്കി പൂർവാധികം ഭംഗിയായി ഭാരതത്തിന്റെ ഏറ്റവും വലിയ സ്റ്റേറ്റായിട്ട്, ഏറ്റവും വലിയ റവന്യൂ വരുമാനമുള്ള സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിക്കുവാൻ ശ്രീ യോഗി ആദിത്യനാഥ് ഇന്നലെ വിട്ട ഒരു അഘോരി സന്യാസിയെ പറ്റി ശ്രീമാൻ ശിവൻകുട്ടി ഒരു കമന്റ് അടിച്ചു പത്രക്കാരുടെ മുമ്പിൽ. അയാൾ പറഞ്ഞത്, എന്റെ നേമം മണ്ഡലത്തിൽ 23 സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകൾ വിടുന്ന സമയത്താണ് ഈ സന്യാസി ഇറങ്ങി നടന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങളിലെ പ്രത്യയശാസ്ത്രങ്ങളിൽ 2 പേരേ ഉള്ളൂ, ഉള്ളവനും ഇല്ലാത്തവനും. പക്ഷേ ഭാരതത്തിലെ ആധ്യാത്മികതയിൽ ഉള്ളവനും ഇല്ലാത്തവനും ഒന്നും വേണ്ടാത്തവനും എന്നൊരു വിഭാഗം കൂടിയുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 300 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സർവ്വതും ഉപേക്ഷിച്ച് ജൈന സന്യാസിയായി മാറിയത്. ഒന്നും വേണ്ട, ഒന്നും വേണ്ടാത്തവൻ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ 23 സ്കൂളുള്ള എന്റെ നേമം മണ്ഡലത്തിൽ പള്ളിക്കുടം വിടുമ്പോഴാണ് ഈ അഘോരി സന്യാസി വന്നിരുന്നെങ്കിൽ, കാര്യം അദ്ദേഹം നമ്മുടെ ഇപ്പൊ എത്താൻ പോകുന്ന സംസ്ഥാന പ്രസിഡന്റിന് കാറേലിരുന്നു കൊണ്ട്, ഇന്നോവയിലിരുന്നു കൊണ്ട് ഒരു അനുഗ്രഹം കൊടുത്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു, അനുഗ്രഹം തന്നു എന്നുള്ള സത്യമാണ്. ഡീസൽ അടിക്കാൻ 500 രൂപയും ചോദിച്ചു, അത് ഞാൻ കൊടുക്കുകയും ചെയ്തു. അവര് യോഗി ആദിത്യനാഥിന്റെ പറഞ്ഞതിന്റെ പേരിൽ കേരളത്തിലേക്ക് വന്നതാണ്. ശരിക്കും തിരുവനന്തപുരത്തൂടെ അവർ കടന്നുപോയി അവര് കന്യാകുമാരിക്ക് പോവാണ്. പക്ഷേ ശിവൻകുട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ട്രോളറന്മാരും ഇന്നലെ വൈകിട്ട് എഴുതിക്കൂട്ടിയ ആ വാഗ്ധോരണികൾ വായിച്ചാൽ ഏതാണ്ട് ഈ അഘോരി സന്യാസി ഏതാണ്ട് അപരാധം ചെയ്തു എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, 11 വർഷം മുമ്പ് നിങ്ങളുടെ മനോവ്യാപാരത്തെ ഞാനിന്ന് കൊണ്ടുപോവുകയാണ്. 11 വർഷം മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടുത്തെ ധനകാര്യത്തിന്റെ ചർച്ച നടക്കുമ്പോൾ സ്പീക്കറുടെ ഡയസിലേക്ക് കയറി മുണ്ടും മടക്കി കുത്തി നിന്ന് കുനിഞ്ഞു നിന്ന് കമ്പ്യൂട്ടർ വലിച്ചൂരുന്ന ആ ശിവൻകുട്ടിയുടെ പിന്നാമ്പറത്തിന്റെ പടം ഈ കേരളത്തിലെ മനോരമയും മാതൃഭൂമി അടക്കമുള്ള എല്ലാ പത്രങ്ങളിലും ക്ലോസപ്പിൽ വന്നത് നമ്മൾ കണ്ടതാണ്. അത്രയും വലിയ അപകടം ഒന്നും ഈ അഘോരി സന്യാസി നേമം മണ്ഡലത്തിൽ ഇറങ്ങി നടക്കാൻ ഉണ്ടാവില്ലായിരുന്നു. ശിവൻകുട്ടി കാണിച്ചതിന്റെ അത്രയൊന്നും അഘോരം ഭാരതത്തിന്റെ പൈതൃകത്തിൽ വിശ്വസിക്കുന്ന സന്യാസിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നുറപ്പാണ്. ഇങ്ങനെയുള്ള മ്ലേച്ഛമായ വർത്തമാനങ്ങൾ പറഞ്ഞ് റീല് നേടുവാൻ വേണ്ടി ഇന്ന് കൃത്യമായിട്ട് MM മണിയും ഇടുക്കിയിലെ സുധാകരന്റെ അമ്പലപ്പുഴക്കാരൻ സുധാകരന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇവര് ഈ അൺപാർലമെന്ററി ഭാഷ പറഞ്ഞ് സമൂഹത്തിന്റെ വികസനത്തെ പറ്റിയോ അല്ലെ സമൂഹത്തിലെ പ്രത്യക്ഷമായ ന്യൂനതകൾ എന്തെല്ലാമാണ് അത് പരിഹരിക്കുന്നതിനെ പറ്റിയോ അല്ല അവരുടെ ചർച്ച. അതിലുപരിയായിട്ട് ഇങ്ങനെയുള്ള ചില മുടന്തൻ ന്യായങ്ങളും അശ്ലീല പദങ്ങളും ഉപയോഗിച്ച് ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുവാനും അതുവഴി ഉണ്ടാകുന്ന പത്മകുമാറിയേട്ടനും സൂരജും പറഞ്ഞിരുന്നു, ശബരിമല കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ ജനശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്നത്.
എന്താണെങ്കിലും ഒരു നിയതിയുടെ നിയോഗം പോലെ കാര്യങ്ങൾ നടന്നേ പറ്റൂ. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. മുമ്പ് ഇവിടെ ഷാജി രാഘവൻ പരാമർശിച്ചു ശബരിമലയിലെ കൊള്ളയെപ്പറ്റി. വാങ്ങിക്കുന്നവനും ഒരുക്കുന്നവനും കൊടുക്കുന്നവനും അത് കൊണ്ടുപോകുന്നവനും ഇരു മുന്നണിയിലുമുള്ള നേതാക്കന്മാരാണ്. സോണിയാഗാന്ധിയുടെ അനിയത്തിക്ക് ഇറ്റലിയിൽ ഈ പുരാവസ്തു സാധനങ്ങളുടെ മൊത്തക്കച്ചവടമാണ്. അതുകൊണ്ടാണ് ബെല്ലാരിയിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ ഗോവർദ്ധനുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ടെല്ലാം അടൂർ പ്രകാശ് അടക്കം ആന്റോ ആന്റണി അടക്കം ഉള്ള ബന്ധനങ്ങളും കാണുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്നത് അയ്യപ്പന്റെ മുതൽ അടിച്ചു മാറ്റി രക്ഷപ്പെടാമെന്നാരും വിചാരിക്കണ്ട. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരാനിരുന്നത് ആരാണ്? രാഹുൽ ഗാന്ധി. വരാൻ പറ്റിയോ? അസുഖമുണ്ടാകും ആർക്കും. പക്ഷേ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ ആ മറൈൻ ഡ്രൈവിൽ ആ ബീച്ചിൽ നടക്കുന്ന മഹാസമ്മേളനത്തെ അമ്മയുടെ അസുഖത്തിന്റെ പേരിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുവാനുള്ള ആ നിയോഗം പോലും തടയുവാൻ അയ്യപ്പന് കഴിഞ്ഞെങ്കിൽ ഈ അയ്യപ്പന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അയ്യപ്പന്റെ കാര്യത്തിന് വേണ്ടി പോരാടി നിന്ന ശ്രീ കുമ്മനം രാജേട്ടന്റെ വിജയം ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 45 വർഷം മുമ്പ് എന്റെ നാട്ടിൽ വന്ന് ശ്രീ രാജേട്ടൻ, അതും അയ്യപ്പന്റെ നിയോഗമാണ്, അയ്യപ്പന്റെ അമ്പലത്തിന്റെ കാണിക്ക മണ്ഡപത്തിന് തറക്കല്ലിടുവാൻ 45 വർഷം മുമ്പ്, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ ജനിച്ചിട്ട് തന്നെ ഉണ്ടോ, യുവാക്കളും യുവതികളും, എനിക്ക് സംശയമുണ്ട്. അതുപോലും കല്ലിട്ട് ഉദ്ഘാടനം ചെയ്ത് അതൊന്ന് പൊളിക്കാൻ ഞാൻ നോക്കിയിട്ട് പറ്റിയില്ല. നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ഏതാനും നിമിഷങ്ങൾക്കവിടെ എത്തും. അതാണ് ഇപ്പോൾ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത്. ഒരു അലങ്കാര ഗോപുരം ആ ജംഗ്ഷനിൽ പണിയുവാൻ ആ കാണിക്ക വഞ്ചി പൊളിക്കണം. ഞാൻ പ്രശ്നം വെച്ചു, വഴിപാട് കഴിച്ചു, അമ്പി ഉച്ചി കുത്തിയിട്ട് രാജേട്ടൻ തറക്കല്ലിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന കാണിക്ക മണ്ഡപത്തിന്റെ ഒരു മൂലക്കല്ലിളക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതേ രാജേട്ടനെയാണ് ശബരിമല അയ്യപ്പന്റെ പ്രത്യക്ഷ രൂപമായി ഈ ആറന്മുളയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും എന്തും സഹിച്ചും വരുന്ന 10-12 ദിവസങ്ങളിൽ ഈ രാജേട്ടനെ വിജയിപ്പിച്ച് വിജയത്തിന്റെ സോപാനത്തിലെത്തിക്കുവാനും MLA ആക്കുവാനും ആറന്മുളയുടെ പ്രിയങ്കരനായ MLA ആയിട്ട് വളർത്തിയെടുക്കുവാനും ഉയർത്തിയെടുക്കുവാനും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം ചൊല്ലുന്നതിന് വേണ്ടി കുമാരി കൃഷ്ണപ്രിയ ക്ഷണിച്ചു. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുളകിതയാമിനീം ഭുല്ലകുസുമിതാം ദ്രുമദളശോഭിനീം സുഹാസിനീം
മൃദുലാം സുജലാം സുഫലാം മാതരം വന്ദേ മാതരം. ശ്യാമളാം സരളാം സുസ്മിതാം ഭൂഷിതാം ധരണി ഭരണി മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കടന്നു വരികയാണ്. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. കേരളത്തിലെ ഏറ്റവും സംശുദ്ധമായിട്ടുള്ള പാർട്ടിയുടെ കരുത്തനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ, വികസന നായകൻ, 2G സ്പെക്ട്രം അഴിമതി അടക്കമുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന കേരളത്തിലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സമാരാധ്യനായിട്ടുള്ള നേതാവ് പ്രിയപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ എത്തിയിരിക്കുന്നു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ജയ് ജയ് NDA, ജയ് ജയ് ഭാരത് മാതാ. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായ സംസ്ഥാന അധ്യക്ഷന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട VS സൂരജ് ഹാരമണിയിക്കുന്നു. സ്വാഗതം അരുളുന്നതിന് വേണ്ടി BJPയുടെ NDAയുടെ ആറന്മുള നിയോജകമണ്ഡലത്തിലെ ഇലക്ഷൻ ഇൻചാർജ് ബിജു മാത്യുവിനെ ക്ഷണിച്ചോളും. സ്നേഹം നിറഞ്ഞ ഏവരുമേ, ഇന്നത്തെ ഈ ആറന്മുള നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് യോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ആറന്മുള നിയോജക മണ്ഡലത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായ കോഴഞ്ചേരിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എന്നുള്ളത് വളരെയേറെ സന്തോഷം അർഹിക്കുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് പ്രസംഗിച്ചവരെല്ലാം രാഷ്ട്രീയ വിശദീകരണങ്ങൾ നടത്തിയതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്കും ഞാൻ കടക്കട്ടെ. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഏറ്റവും ബഹുമാനമുള്ള വിക്ടർ ടി തോമസ് ആണ്. NDAയുടെ ജില്ലാ ചെയർമാനായിരിക്കുന്ന വിക്ടർ ടി തോമസ് ആണ്. വിക്ടർ ടി തോമസിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായി 2025 മാർച്ച് മാസം 24-ാം തീയതി കേരളത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ് അന്നു മുതൽ ഇന്നോളം ഈ കേരളത്തിന്റെ വികസന സാക്ഷാത്കാരത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാം ആദരണീയനായിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള രാജീവ് ചന്ദ്രശേഖർജിയെ ഈ സമ്മേളനത്തിലേക്ക്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ നിമിഷമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇന്ന് കുമ്മനം രാജശേഖരൻ, പ്രിയപ്പെട്ടവരുടെ രാജേട്ടൻ, മറ്റുള്ളവർക്ക് കുമ്മനം, തന്റെ കർമ്മങ്ങളും ഫലങ്ങളും രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിച്ച വ്യക്തിത്വത്തിന്റെ ഉടമ, സാധാരണപ്പെട്ടവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക്
എന്നും അത്താണിയായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം ഏറ്റവും 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 പ്രിയപ്പെട്ട കുമ്മനം ചേട്ടനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായി 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 സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആദരണീയനായിരിക്കുന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റ് VA സൂരജ്, നമ്മളുടെ എല്ലാം ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന VA സൂരജിനെ ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർഷക മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഈ സമ്മേളനത്തിൽ പ്രസംഗിച്ച ഏറ്റവും ബഹുമാനമുള്ള ഷാജി രാഘവൻ അവറുകളെ വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനമുള്ള ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന സുമിത് ജോർജ്, അദ്ദേഹം പാലാ നിവാസിയാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞ സമയത്തു തന്നെ ഇവിടെ എത്തി വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രസംഗം കാഴ്ചവെച്ച ഏറ്റവും ബഹുമാനമുള്ള സുമിത് ജോർജിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ എല്ലാം തലത്തൊട്ടപ്പനായിട്ടുള്ള ഏറ്റവും മുതിർന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും പ്രവർത്തകനുമായിരിക്കുന്ന VN ഉണ്ണിച്ചേട്ടനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. BDJSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയുടെ അമരക്കാരൻ, പത്തനംതിട്ട ജില്ലയിലെ സ്ഥിര താമസക്കാരനായിട്ടുള്ള K പത്മകുമാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനമുള്ള ബിന്ദു പ്രസാദ്, രമണി വാസുക്കുട്ടൻ, PR ഷാജി, അജിത് പുല്ലാട്, P ഉണ്ണികൃഷ്ണൻ, ശ്രീമതി ദീപ G നായർ, ശ്രീ വിപിൻ വാസുദേവ്, CR സന്തോഷ്, VP പ്രസാദ് നാരങ്ങാനം പഞ്ചായത്ത് പ്രസിഡന്റ്, ആതിര ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീവിദ്യ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ്, ശ്രീജു BDJS മണ്ഡലം പ്രസിഡന്റ്, ശിവപ്രസാദ് സംസ്ഥാന സമിതി അംഗം, MS അനിൽ സംസ്ഥാന സമിതി അംഗം, റോയി മാത്യു, ബൈജു സുനീഷ്, പ്രകാശ് മണിക്കുട്ടൻ, MS മുരളി അടക്കം കടന്നു വന്നിരിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും ഒറ്റ വാക്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമുക്കറിയാം, ഈ പരിപാടി ഏകദേശം ഒരു 3:30 മണിയോടുകൂടി ആരംഭിച്ച സമയം തൊട്ട് ഇത്രയും നേരം അക്ഷമരായിരുന്ന, നമ്മളുടെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന നമ്മുടെ പാർട്ടി പ്രവർത്തകരെ ഒന്നായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരതം ജയിക്കട്ടെ. ഏറ്റവും ബഹുമാനമുള്ള രാജീവ് ചന്ദ്രശേഖരെ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർമാരായിട്ടുള്ള വിക്ടർ T തോമസും അയ്യപ്പൻകുട്ടിയും ചേർന്ന് ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം ആറന്മുളയുടെ നിയുക്ത MLA നമ്മളുടെ എല്ലാം രാജേട്ടനെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി ഷാൾ അണിയിച്ച് ഈ ആറന്മുളയുടെ വികസനത്തിന് സാക്ഷിയാകുവാൻ, ഈ ആറന്മുളയുടെ നിയുക്ത MLA ആകുവാൻ അദ്ദേഹത്തിനെ ഹാർദവമായി സംസ്ഥാന പ്രസിഡന്റ് ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നു. ആദരണീയനായ കേരളത്തിന്റെ അഭിമാനം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ സംസ്ഥാനത്ത് മാറ്റത്തിന് വേണ്ടി ശക്തമായി പോരാടി കേരളത്തിൽ മാറ്റമുണ്ടാക്കുവാൻ നേതൃത്വം കൊടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർജി ഈ സമ്മേളനം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു.
ഏറ്റവും ആദരനായ നമ്മുടെ ഉദ്ഘാടനം കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി ഈ സംസ്ഥാനത്തെ പുതിയ ദിശയിലേക്ക് നയിക്കുവാൻ നേതൃത്വം കൊടുക്കുന്ന BJPയുടെ ആദരനായ സംസ്ഥാന പ്രസിഡന്റും NDAയുടെ സംസ്ഥാന ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖർ ജി, നമ്മുടെ പ്രിയങ്കരനായ നമ്മൾ ഇവിടെ തെരഞ്ഞെടുക്കുവാൻ പോകുന്ന ആറന്മുളയുടെ NDAയുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട കുമ്മനം രാജശേഖരൻ ജി, ബഹുമാന്യനായ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂരജ്, NDAയുടെ വൈസ് ചെയർമാൻ പത്മകുമാർ, പ്രിയപ്പെട്ട ഇതിന് സ്വാഗതം പറഞ്ഞ ബിജു മാത്യു, അതുപോലെ തന്നെ സുമിത് ജോർജ്, ഷാജി രാഘവൻ, ജോബിൻ, അജിത കുമാരി, ശ്രീജ, ബിന്ദു പ്രസാദ്, ബിന്ദു പ്രകാശ്, രമണി വാസുക്കുട്ടൻ, PR ഷാജി, അജിത് പുല്ലാട്ട്, P ഉണ്ണികൃഷ്ണൻ, ദീപാജി നായർ, ബിപിൻ വാസുദേവ്, അയ്യപ്പൻകുട്ടി, പ്രിയപ്പെട്ട ഈ ആറന്മുള നിയോജകമണ്ഡലത്തില് നമ്മുടെ കേന്ദ്രത്തിൽ നിന്നും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ നിയോജകമണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി രാജേട്ടനൊപ്പം നിന്നുകൊണ്ട് രാജേട്ടനെ MLA ആക്കുവാൻ ഇവിടുത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് 70 വർഷക്കാലം നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയിലൂടെയും രാജീവ് ചന്ദ്രശേഖർജിയിലൂടെയും നടപ്പാക്കുമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളെ കണ്ട് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ഈ ആറന്മുള നിയോജകമണ്ഡലത്തിന്റെ ചാർജ് വഹിക്കുന്ന ജയപ്രകാശ് നാരായണൻ XMP, ഈ നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നാരിങ്ങാണം പഞ്ചായത്ത് പ്രസിഡന്റ് MS പ്രസാദ്, ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ആതിര, അതുപോലെ തന്നെ ഇന്ന് NDAയിലേക്ക് UDFൽ നിന്നും അതുപോലെ CPMൽ നിന്നും മുൻ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് മെമ്പറുമായി ഇരുന്ന ജയൻ ഓമല്ലൂർ, അതുപോലെ തന്നെ ശോഭാറാണി രാജു CPMൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ കൂടിയിരിക്കുന്ന NDAയുടെയും പ്രിയപ്പെട്ട യോദ്ധാക്കളെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ നമുക്ക് കോഴഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്താണ് ചരിത്രപ്രധാനമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന രാജഭരണകാലത്തെ പട്ടണമായ ഈ കോഴഞ്ചേരി 70 വർഷക്കാലമായി ഇന്നും അതേ നിലയിൽ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്നാണ് മധ്യ തിരുവിതാംകൂറിന്റെ മധ്യവും ഈ മധ്യസ്ഥാനവും ആറന്മുള നിയോജകമണ്ഡലത്തിന്റെ കേന്ദ്ര ബിന്ദുവുമായ ഈ കോഴഞ്ചേരിയിലാണ് ഇന്ന് ആറന്മുള നിയോജകമണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം നടക്കപ്പെടുന്നത്. അത് ഞാൻ സൂചിപ്പിക്കാൻ കാര്യം, ചരിത്രത്തിന്റെ പിന്നിലേക്ക് തിരിക്കുമ്പോൾ സർ CPയുടെ കിരാത ഭരണത്തിനെതിരെ C കേശവന്റെ ചരിത്ര പ്രസംഗം നടന്ന് സർ CPയെ ഈ നാട്ടിൽ നിന്നും ഓടിക്കുവാൻ കോഴഞ്ചേരിയുടെ C കേശവന്റെ പ്രസംഗം, അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ സാഹചര്യമുണ്ടാക്കിയ C കേശവന്റെ പ്രസംഗം നടന്ന നാടാണ് കോഴഞ്ചേരിയിൽ നിന്നും അടിച്ച കാറ്റാണ്. ഇവിടെ നിന്നുള്ള കാറ്റിന് വലിയ ശക്തിയുണ്ട്. ആ കാറ്റാണെന്ന് ദിവാനെ ഈ തിരുവിതാംകൂറിൽ നിന്ന് ഓടിച്ചെങ്കിൽ ഇന്ന് ഇവിടുന്ന് കിടുന്ന കാറ്റ് ഇവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷത്തിനെ 70 വർഷമായി ഈ നാട് ഭരിച്ച് ഈ നാടിന്റെ വികസനം മുരടിപ്പിച്ച ഈ പ്രസ്ഥാനങ്ങളെ ഈ നിയോജകമണ്ഡലത്തിൽ നിന്നും ഈ സംസ്ഥാനത്ത് നിന്നും പഴയ C കേശവന്റെ പ്രസംഗം പോലെ ഇന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ഉദ്ഘാടന പ്രസംഗത്തോടെ കേരളത്തിൽ മാറ്റലിയുണ്ടാകുവാൻ തുടക്കം കുറിക്കും എന്നതിന് സംശയമില്ല. ഈ പ്രദേശം നമുക്കറിയാം, ഇവിടെ വികസന പ്രകടനങ്ങൾ ഒരു പഴയ പട്ടണമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. പല ഗ്രാമങ്ങളും പട്ടണങ്ങളായി. ഇന്നും കോഴഞ്ചേരി, പഴയ കോഴഞ്ചേരി കൊല്ലം ജില്ലയുടെ കാലത്ത് ജില്ലാ ആശുപത്രിയായിരുന്നു. ഇവിടെ നമുക്കറിയാം, ഇവിടെ UDFന്റെ MLA 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നപ്പോൾ പല വികസന പ്രവർത്തനങ്ങൾക്കും അന്ന് ഐക്യജനാധിപത്യ വേണ്ടിയിരുന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷെ അതൊന്നും നടപ്പിലാക്കാതെ അതെല്ലാം നടപ്പിലാക്കാമെന്ന് പറഞ്ഞാണ് നമ്മുടെ പ്രിയപ്പെട്ട MLAയും മന്ത്രിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇവിടെ അധികാരത്തിൽ കയറിയത്. നമുക്കറിയാം, പണ്ടിത്
പത്തനംതിട്ട താലൂക്കായിരുന്നു. ഐതിഹാസികമായ താലൂക്ക് സമരം ഇവിടെ നടന്നു. അന്ന് കൊടുത്ത് ജില്ലാ ആശുപത്രിയും ജില്ലാ വ്യവസായ കേന്ദ്രം തന്ന് പത്തനംതിട്ടയുടെ ബോർഡ് എടുത്ത് മാറ്റി പത്തനംതിട്ടയിൽ കോഴഞ്ചേരി താലൂക്ക് എന്ന് വെച്ചു. ഇവിടെ മത്സരിച്ച ഇടതുപക്ഷ മന്ത്രിയും MLA-യും അന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം, ഞാൻ MLA ആയാൽ പത്തനംതിട്ടയിൽ പത്തനംതിട്ട താലൂക്കും കോഴഞ്ചേരി ആസ്ഥാനമായി കോഴഞ്ചേരി താലൂക്കും ഉണ്ടാക്കുമായിരുന്നു. പാവപ്പെട്ട ജനങ്ങൾ വിശ്വസിച്ചു. തൊട്ടപ്പുറത്തെ ആണ് തോട്ടപ്പശ്ശേരി പഞ്ചായത്ത്. ഈ തോട്ടപ്പശ്ശേരി ഈ പാലം കയറിയാൽ അടുത്ത പഞ്ചായത്താണ്. തോട്ടപ്പശ്ശേരിയും കോഴഞ്ചേരി പഞ്ചായത്തും പഴയ ടൗൺ പഞ്ചായത്താണ്. കോഴഞ്ചേരി മുനിസിപ്പാലിറ്റിയാക്കും എന്ന് പ്രഖ്യാപിച്ചു. ഈ പത്തനംതിട്ട ജില്ലയിലെ നിരവധി വികസനങ്ങൾ, ശബരിമല ഉൾപ്പെടെ, മാരാമൺ കൺവെൻഷൻ ഉൾപ്പെടെ, ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ ഉൾപ്പെടെ, കുമ്പനാട് എബ്രോപുരം ഉൾപ്പെടെ, മഞ്ഞേരിക്കര തീർത്ഥാടനം ഉൾപ്പെടെ, പരിമല ഉൾപ്പെടെ ഇവിടുത്തെ വിവിധ സമുദായങ്ങളുടെ ഏറ്റവും വലിയ ഒരു പുണ്യസ്ഥലമാണ് ഈ ആറന്മുളയും പത്തനംതിട്ടയും. കേരളത്തിന്റെ തന്നെ പത്തനംതിട്ട ആറന്മുള എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ തലസ്ഥാനം ഉൾപ്പെടുന്ന മധ്യ തിരുവിതാംകൂറിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. ആറന്മുള വള്ളംകളി ഉൾപ്പെടെ സാംസ്കാരികപരമായി ചരിത്രമുള്ള സ്ഥലമാണ്. വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും പഴയ കാലം തൊട്ട് ഇവിടെ വളർച്ചയുണ്ടായിരുന്ന കാലത്ത് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഇവിടുത്തെ വികസനങ്ങൾ മുരടിച്ചിരിക്കുകയാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിക്കുന്നത് കേരളത്തിന് മാറ്റം ഉണ്ടാകണം, കേരളത്തിൽ വികസനം ഉണ്ടാകണം, ഞങ്ങൾക്കൊരു അവസരം തരൂ എന്താണ് പറയുന്നത്. അത് അദ്ദേഹം നമുക്ക് ചുമ്മാ അദ്ദേഹം പ്രസംഗിച്ചതല്ല. അദ്ദേഹം ചാർജ് എടുത്തിട്ട് 1 വർഷമായുള്ളൂ. അദ്ദേഹത്തിന്റെ തുടക്കം വെല്ലുവിളിയോടുകൂടി നരേന്ദ്രമോദിജിയുടെ വികസനം, അത് ഞങ്ങൾ ചരിത്രത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത് പിടിച്ചെടുത്തുകൊണ്ട് ഇവിടെ ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തെളിയിച്ചു കൊടുത്ത മഹാവ്യക്തിത്വമാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ NDA പിടിച്ചെടുക്കുവാൻ നിയമം മുതലുള്ള നെട്ടോട്ടമാണ് ഓടുന്നത്. അവിടെ പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി അങ്ങ് വിഷമിക്കേണ്ട. ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ കേരളത്തിൽ അങ്ങേയറ്റം ആദരണീയനായ ഒരു വ്യക്തിത്വത്തെയാണ്. എളിമയുടെ, താഴ്മയുടെ, വിനയത്തിന്റെ പര്യായം. ഗവർണറായിരിക്കുമ്പോഴും BJPയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും എത്ര ഉന്നത സ്ഥാനത്തിരുന്നാലും, ഞാൻ മറ്റ് പാർട്ടിയിൽ UDF-ലായിരുന്നപ്പോൾ അദ്ദേഹത്തെ പ്രസിഡന്റായി തിരുവനന്തപുരത്ത് BJP ഓഫീസിൽ ഞാൻ എന്റെ ഒരു വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ലെറ്ററിന് പോയി ചെന്നു. ഞാൻ ചെന്നപ്പോൾ ഒരു കട്ടിലേൽ പാവിരിച്ച് കിടക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി, എന്നെ പിടിച്ചടുത്തിരുത്തി. ഞാൻ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് നോക്കിയില്ല. ഞാൻ UDF ചെയർമാനാണ്, അദ്ദേഹത്തെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെന്ന്. എന്നെ അടുത്തിരുത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ആവശ്യം? ഉടൻ തന്നെ കത്തെടുത്ത് എനിക്ക് എഴുതി തരിക, ഒരു മടിയുമില്ല, പോയി സന്തോഷത്തോട് പോയി സാധിച്ചുകൊണ്ട് വാ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഞാൻ കൂടുണ്ട്. ആ മനസ്സാണ് എന്നെ ഹൃദയത്തിൽ പ്രിയപ്പെട്ട കുമ്മനം ചേട്ടനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രദേശത്തിന്റെ വികസനങ്ങൾ. ഈ പ്രദേശം വികസിക്കണമെങ്കിൽ ജയപ്രകാശ് നാരായൺജി ഇവിടെ വന്നു. പ്രധാനമന്ത്രി പറഞ്ഞു, ആറന്മുള പോയി വിജയിപ്പിക്കണം. അവിടുത്തെ ജനങ്ങളോട് പറയണം, നിങ്ങളുടെ മുരടിച്ച് കിടക്കുന്ന ആറന്മുള എന്ന് പറയുന്നത് വലിയ പൈതൃകമുള്ള സ്ഥലമാണ്, സാംസ്കാരിക തലസ്ഥാനമാണ് കേരളത്തിന്റെ. ഇത്രയും സംസ്കാരവും വിദ്യാഭ്യാസമുള്ള ജനതയുള്ള ഈ നാടിന് ഇവിടെ വികസനം മുരടിപ്പാണ്. എന്റെ പ്രതിനിധിയെ കുമ്മനംജിയെ നിങ്ങൾ വിജയിപ്പിച്ചാൽ നിങ്ങൾ 70 വർഷക്കാലം സ്വപ്നം കണ്ട വികസനം, ഇതിനെ ഒരു സാംസ്കാരിക തലസ്ഥാനമായി ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലകൾ, വ്യവസായ മേഖലകൾ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ, വിദേശ ആളുകൾ ഇവിടുന്ന് വിദേശത്ത് പോയ ഏറ്റവും കൂടുതൽ തിരിച്ചു വന്നിരിക്കുന്നവർ, വിദ്യാഭ്യാസം കിട്ടി ജോലി കിട്ടാത്ത ചെറുപ്പക്കാർ, വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത മേഖലകളിലും ഇവിടുത്തെ ഒരു പിൽഗ്രിം ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ സമുദായങ്ങളുടെയും പുണ്യഭൂമിയാണ് ശബരിമല ഉൾപ്പെടെ, മാരാമൺ കൺവെൻഷൻ ഉൾപ്പെടെ സർവ്വമതങ്ങളുടെ സൗഹാർദ്ദത്തിന്റെ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെ നമുക്ക് ആദരണീയനായ കുമ്മനം ചേട്ടനെ നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ രാപകലില്ലാതെ വിശ്രമിക്കാതെ പ്രവർത്തിച്ച് ജയിപ്പിച്ച് MLA ആക്കണം. രാജീവ് ജിക്ക് കൂട്ടിന് നിയമസഭയിൽ ശക്തമായി നിൽക്കുവാനും
കേന്ദ്രത്തിൽ രാജീവിയോടൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഈ ആറന്മുളയുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ കണ്ണീരൊപ്പാൻ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ പ്രാദേശികമായ വികസനങ്ങൾ നടപ്പിലാക്കാൻ നമ്മളൊരു അവസരം കൊടുക്കണം. ആറന്മുള നമ്മൾ താമര വിരിയിക്കണം. കുമ്മനഞ്ചിക്ക് താമരയിൽ വിജയിപ്പിച്ച് ഇവിടെ താമര വിജയിച്ച് ഇവിടുത്തെ കഴിഞ്ഞ കാലത്തെ നമ്മുടെയൊക്കെ തീരാത്ത കണ്ണുനീർ, തീരാത്ത വികസനങ്ങൾ അത് സാധ്യമാക്കുവാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കുമ്മനഞ്ചിയെ വിജയിപ്പിക്കുമെന്ന് ഇവിടെ പ്രതിജ്ഞയെടുക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ആദരണീയനായ രാജീവ് ചന്ദ്രശേഖർജിയെ ക്ഷണിച്ചു. വേദിയിലും സദസ്സുമുള്ള എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ വരാൻ കുറച്ച് ലേറ്റായി പോയി, അപ്പോൾ എന്നെ ക്ഷമിക്കണം. ഞാൻ മറ്റൊരു പരിപാടിയിൽ കുറച്ച് ഡിലേ ആയിപ്പോയി, കായംകുളത്ത്. ആദ്യമായി എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഏറെ പ്രിയങ്കരനായ BJPയും NDAന്റെ ഒരു നേതാവ്, എന്റെ സഹപ്രവർത്തകൻ, ആറന്മുള നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരൻജിയുടെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം രാജേട്ടൻ എന്റെ ഒരു സഹപ്രവർത്തകൻ മാത്രമല്ല, ഈ വികസിത കേരളം എന്ന BJP NDAന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു വലിയ പങ്കാളിയുമാണ്. ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതിന്റെ ഭാഗമായി വികസിത ആറന്മുള നടപ്പിലാക്കാൻ പോകുന്നത് ഈ ആറന്മുളയുടെ സ്ഥാനാർത്ഥി ഭാവി MLA കുമ്മനം രാജേട്ടനാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ 5 കൊല്ലം നമുക്കറിയാം എലക്ഷൻ നടക്കും. അസംബ്ലി എലക്ഷൻ, അതിനു മുമ്പ് ലോക്കൽ ബോഡി, അത് കഴിഞ്ഞിട്ട് ലോക്സഭ. ജനാധിപത്യ സംവിധാനത്തിൽ ഇത് ഒരു രീതിയാണ്. എത്രയോ എലക്ഷൻ വന്നു പോയി. പക്ഷെ ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ ആയിട്ടാണ് ജനങ്ങൾ കാണുന്നത്, BJP കാണുന്നത്, NDA കാണുന്നത്. അതിന്റെ കാരണം കഴിഞ്ഞ 10, 20, 30 കൊല്ലമായി ഇവിടെ ഭരിക്കുന്ന CPMഉം കോൺഗ്രസും ചെയ്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും നശിപ്പിച്ച സ്ഥിതിയും കണ്ടു മനസ്സിലാക്കി ജനങ്ങൾ പറയുന്നു മതിയായി. മതിയായി ഈ MLA, മതിയായി കോൺഗ്രസ്, മതിയായി CPM, മതിയായി വിവാദ രാഷ്ട്രീയം, മതിയായി പീഡന രാഷ്ട്രീയം, മതിയായി ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം ചെയ്യുന്ന രാഷ്ട്രീയം, മതിയായി ശബരിമല കൊള്ളക്കാര്, മതിയായി തൊഴിലില്ലായ്മ, മതിയായി വിലക്കയറ്റം. ഒരു MLA മത്സരിക്കുമ്പോൾ, വോട്ട് നേടാൻ വീട്ടിൽ കയറുമ്പോൾ വാഗ്ദാനം കൊടുക്കും. ആ വാക്ക് പാലിച്ചോ ഇല്ലയോ 5 കൊല്ലം കഴിഞ്ഞിട്ട് ആ MLA കൊടുക്കണമെന്ന് ആ MLAന്റെ ഉത്തരവാദിത്തമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉത്തരവാദിത്തം. ജനങ്ങളുടെ വിശ്വാസം നേടി വോട്ട് വാങ്ങിച്ച് ജയിച്ച് 5 കൊല്ലം ഭരിക്കുന്ന ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി, അല്ലെങ്കിൽ 10 കൊല്ലം ഭരിക്കുന്ന ഒരു MLA, ഒരു മന്ത്രി
എന്തു ചെയ്തു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ പരിഹരിച്ചില്ലയോ എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണം. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ MLA സ്ഥാനം വിട്ട് മറ്റെന്തെങ്കിലും പോയി ചെയ്യണം. പക്ഷേ ഈ CPM എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ വാഗ്ദാനം കൊടുത്ത് 2 തവണ വോട്ട് നേടിയ സർക്കാർ ഇന്ന് എന്താണ് ചെയ്തിരിക്കുന്നത്? എന്ത് ചെയ്യുന്നു? നാടിനെ നശിപ്പിച്ചു. ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ തൊഴിലില്ലായ്മ ഈ നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഇവിടെയാണ്. കുട്ടികളുടെ ഭാവി സൃഷ്ടിക്കാൻ കുട്ടികൾ പുറത്തു പോകുന്നു. ഇതാണോ ശരിയായത്? പിന്നെ എന്തിനാണ് 3-ാം തവണ ഒരു മാൻഡേറ്റ് ചോദിക്കുന്നത്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ നാടിന്റെ ദിശയും ദശയും നമ്മളെല്ലാവരുടെയും ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷൻ. മതിയായി കോൺഗ്രസ്, മതിയായി LDF. മാറി മാറി ഇവർക്ക് ഈ 2 പാർട്ടികൾക്ക് ജനങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഇവിടെ തന്നെ നോക്കൂ, ഒരു MLA 10 കൊല്ലമായി കുത്തിയിരിക്കുന്ന ഒരു MLA എത്രയോ കൊല്ലമായി കിടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ഒരു റിസർച്ച് ചെയ്തപ്പോൾ ഈ MLA മന്ത്രിയായ ഒരു MLA എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. എനിക്ക് തന്നെ അതിശയം. പിന്നെ എന്തിനാണ് നിങ്ങൾ MLA ആവുന്നത്? BJP NDA രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങളെ സേവിക്കാനാണ്. ഇത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് MLA ആവുന്നത്? എന്തുകൊണ്ട് മന്ത്രിയാവുന്നു? ഇവിടുത്തെ MLA ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ആ ലിസ്റ്റ് തുടങ്ങിയാണ്ടല്ലോ 2 മണിക്കൂർ എടുക്കും. ചെയ്ത കാര്യങ്ങൾ പറയാൻ ഞാൻ തുടങ്ങിയാൽ അത് 5 മിനിറ്റ് എടുക്കും. ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അതിന് ഉദാഹരണമായിട്ട് പറയണേ, കുറ്റകരമായ അനാസ്ഥയാണ് ഈ MLA തന്നിരിക്കുന്നത്. കഴിവില്ലായ്മ. കോഴഞ്ചേരി ബ്രിഡ്ജ് എന്താണ് കംപ്ലീറ്റ് ചെയ്യാത്തത്? MLA അല്ലേ, മന്ത്രിയല്ലേ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയല്ലേ, പിന്നെ എന്താണ് ചെയ്യാത്തത്? കോഴഞ്ചേരി ജില്ലാ ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ് ആരോഗ്യമന്ത്രി. അതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഉദ്ഘാടനം ചെയ്യാം. അതാണോ MLA ചെയ്യേണ്ടത്? അതാണോ മന്ത്രി ചെയ്യേണ്ടത്? ESI ആശുപത്രിക്ക് സാങ്ഷൻ ചെയ്ത സെൻട്രൽ ഗവൺമെന്റ്, നരേന്ദ്രമോദിജി ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളൊരു ESI ആശുപത്രി തുടങ്ങാൻ അനുവാദം തരാൻ തയ്യാറാണ്. പക്ഷെ ഈ MLA അതിനുവേണ്ടി ഭൂമി കൊടുത്തോ? ഇല്ല. അപ്പോ ഇതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത എന്തിനാണ് ഇവിടെ MLA ആയിട്ടിരിക്കുന്നത്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ? പക്ഷെ ഒരു അഹങ്കാരം, ഇവിടെ ആർക്കും വോട്ട് കിട്ടില്ല, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞ് അവരെ വെട്ടിയാക്കി വോട്ടെടുക്കാൻ ഞങ്ങൾക്കൊരു കഴിവുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ടല്ലേ 2 ദിവസം മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു യോഗത്തിൽ ഒരു വ്യക്തി, സാധാരണ വ്യക്തി എന്തോ ചോദിച്ചപ്പോൾ പറയുന്നത്, അഹങ്കാരം നോക്കൂ, എന്താ പറഞ്ഞത്? വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ഡെമോക്രസിയിൽ ഒരു സാധാരണക്കാരൻ വന്ന് ചോദിക്കുമ്പോൾ ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രിന്റെ ഉത്തരവാദിത്തമല്ലേ പ്രശ്നത്തിന്റെ ഒരു ഉത്തരം കൊടുക്കാൻ? എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിചാരിക്കുന്നത്? ഇത് എന്താ USSR ആണെന്നോ? പണ്ടുകാലത്തെ മാർക്സിസ്റ്റ് ചൈനയാണെന്നോ? അദ്ദേഹം ഒരു മഹാരാജാവാണെന്നോ? അല്ലല്ല. ഇത് ഇന്ത്യ രാജ്യമാണ്. ഇവിടെ ഡെമോക്രസിയാണ്. ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം MLA-ന്റെ ആണ്, മന്ത്രിന്റെ ആണ്, മുഖ്യമന്ത്രിന്റെ ആണ്. അപ്പോൾ മാറ്റത്തിന്റെ കാലങ്ങൾ വന്നിരിക്കുന്നു. ഈ ഇലക്ഷൻ മാറ്റത്തിന്റെ ഇലക്ഷനാണ്. ഈ വിവാദ രാഷ്ട്രീയം, ഈ ഉത്തരവാദിത്വമില്ലാത്ത രാഷ്ട്രീയത്തിനെ മാറ്റി ഒരു വികസന രാഷ്ട്രീയം, ഒരു വികസന രാഷ്ട്രീയക്കാരൻ,
കുമ്മനം രാജശേഖരൻ ജീനെ സ്ഥാനാർത്ഥി ഇന്ന് MLA ആക്കുന്ന ഒരു ഇലക്ഷനാണ് ഈ വരാൻ പോകുന്ന ഇലക്ഷൻ. പിന്നെ കോൺഗ്രസ് പാർട്ടിനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും 2 വാക്കല്ല പറയേണ്ടത്, അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതാണ്. പക്ഷെ ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ CPM-ന്റെ വീഴ്ച കണ്ടിട്ട് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഡിസംബർ മുതൽ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടാൻ പോകുന്നു, മുതലെടുക്കാൻ ഞങ്ങളുണ്ടല്ലോ ഇവിടെ, നാട്ടുകാർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല, CPM-ന് വോട്ട് കിട്ടില്ല, അപ്പോൾ വോട്ടല്ല ഞങ്ങൾക്ക് കിട്ടും, 100 സീറ്റ് കിട്ടും, 120 സീറ്റ് കിട്ടും, 150 സീറ്റ് കിട്ടും. അപ്പോൾ 150 സീറ്റ് ഇല്ല എന്ന് പറയുമ്പോഴൊക്കെ 140 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് പാർട്ടി. ഞാൻ എത്രയോ തവണ പറഞ്ഞതാണ്, ഇന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഈ ലോകത്തിൽ, ഈ രാജ്യത്തിൽ ഏറ്റവും നാണമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. നാണമില്ല എന്ന് മാത്രം പറയുന്നില്ല, നുണ പറഞ്ഞ് നുണ പ്രചരിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലെ സംഘടനയുടെ ഒപ്പം രാഷ്ട്രീയം ചെയ്ത് ജയിക്കാൻ നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് ഞാൻ പറയുന്ന ഒരു കാര്യം, സമ്മതിക്കില്ല. ഇവിടെ താമസിക്കുന്ന ഓരോരോ മലയാളി തീരുമാനിച്ചു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി വേണ്ട, ഞങ്ങൾക്ക് ഈ നാട്ടിൽ അഴിമതി വേണ്ട, ഞങ്ങൾക്ക് ഈ നാട്ടിൽ കുടുംബരാഷ്ട്രീയം വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് വികസിത കേരളമാണ്. ആ വികസനത്തിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് പറയാൻ അവകാശം? കർണാടകയിൽ ഭരിക്കുന്നു, ഹിമാചൽ പ്രദേശിൽ ഭരിക്കുന്നു, തെലങ്കാനയിൽ ഭരിക്കുന്നു. അതിന്റെ മുമ്പ് ജനങ്ങൾ അവസരം കൊടുത്ത് 10 കൊല്ലം ഇന്ത്യ ഭരിച്ചു. 8 മന്ത്രിമാരായിരുന്നു കേരളത്തിൽ നിന്ന് ഇന്ത്യ ഭരിക്കുന്ന UPA സർക്കാരിൽ. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? വട്ടപൂജ്യം, ഇല്ല, ഒന്നും ചെയ്തില്ല. ഇന്ന് തെലങ്കാനയും കർണാടകയും ഹിമാചൽ പ്രദേശിന്റെ സ്ഥിതി എന്താണ്? വ്യാജ വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ കോൺഗ്രസ് പാർട്ടി 3 സംസ്ഥാനത്തിന്റെയും ഇക്കോണമിനെ നശിപ്പിച്ചു കഴിഞ്ഞു. തെലങ്കാനയുടെ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? കടം വാങ്ങാണ്ട് എനിക്ക് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. കർണാടകയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറയുന്നു, കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, വികസനത്തിന് ഞങ്ങൾക്ക് കാശില്ല. ഇതാണ് സ്ഥിതി ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് എത്രയോ തവണ കേരളം ഭരിച്ചതാണ്, അഴിമതി ചെയ്ത പാർട്ടിയാണ്. ഈ ഇലക്ഷനിൽ കോൺഗ്രസ് ഇത് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജയിക്കുന്നോ കേരളം ഭരിക്കുന്നോ, ഞാൻ ഏറെ ബഹുമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് സമ്മതിക്കില്ല, അത് ജനങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാം മനസ്സിലാവുന്നുണ്ട്. അവർക്കറിയാം വികസനം ഇവിടെ കൊണ്ടുവരാൻ താല്പര്യമുള്ള ഒരു ഒറ്റ പാർട്ടിയാണ്, കഴിവുള്ള ഒരു ഒറ്റ പാർട്ടിയാണ് BJP NDA. നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലം ഇന്ത്യയിൽ കൊണ്ടുവന്ന വികസനം കേരളത്തിൽ കൊണ്ടുവരാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കൃത്യമായൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും വേണം ഒരു നല്ല MLA. ഒരു നല്ല MLA എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ സത്യസന്ധതയോട് പ്രവർത്തിക്കുന്ന ഒരു MLA, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു MLA, നാടിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു MLA, നാടിന്റെ വികസനത്തെക്കുറിച്ച് അധ്വാനിക്കുന്ന ഒരു MLA. ഇതാണ് എലക്ഷനിൽ നിന്ന് നമ്മുടെ ആവശ്യം. ഈ മത്സരിക്കുമ്പോൾ എന്തും പറഞ്ഞ് എന്തും വാഗ്ദാനം കൊടുത്ത് ജയിക്കുന്ന MLA-മാര് കാലങ്ങൾ കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി മുതൽ നമ്മുടെ ആവശ്യം കുമ്മനം രാജശേഖരൻ ജി പോലെ ഒരു ആത്മാർത്ഥമായ സത്യസന്ധയോട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ 24 മണിക്കൂർ 365 ദിവസം അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ MLA ആവേണ്ടത്. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. അദ്ദേഹത്തിന് ഒരു MLA ആക്കണം എന്ന് ജനങ്ങളുടെ വാശിയും നമ്മുടെ വാശിയാക്കണം. അദ്ദേഹം MLA ആയാൽ
നമുക്ക് വികസിത കേരളം സൃഷ്ടിക്കാൻ നല്ലൊരു അവസരം കിട്ടും എന്ന് പറഞ്ഞു വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി വെറും സ്ഥാനാർത്ഥിയല്ല. മെയ് 3 വോട്ടെണ്ണുമ്പോൾ ആറന്മുളയുടെ MLA ആകാൻ പോകുന്ന കുമ്മനം രാജശേഖരൻ നമ്മളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മെ അഭിസംബോധന ചെയ്ത് ഇപ്പോൾ സംസാരിച്ച സമാദരണീയനായ BJPയുടെ NDAയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, വിവിധ സംഘടനാ നേതാക്കന്മാർ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഗുരുജനങ്ങൾ, എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഭാവി, ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ എല്ലാവരും തങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കാൻ പോവുകയാണ്. ആറന്മുള നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 70 വർഷക്കാലമായി LDF, UDF, LDF ഇങ്ങനെ മാറി മാറി MLAമാരുണ്ടായി. പക്ഷേ യാതൊരുവിധ പുരോഗതിയുമില്ല, വികസനമില്ല. ഈ നാട്ടിലെ റോഡുകൾ, ഈ പ്രദേശത്തെ ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു മാറ്റമുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ഞങ്ങൾക്ക് മതിയായി എന്നിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട രാജീവ് പറഞ്ഞു കഴിഞ്ഞു. ശരിയാണ്. ഞാനിപ്പോൾ 4 ദിവസമായി ഈ പ്രദേശത്തെമ്പാടുമുള്ള വിവിധ പഞ്ചായത്തുകൾ സന്ദർശിച്ചു. ഏതാണ്ട് 6-7 പഞ്ചായത്തുകളിൽ പോയി ജനങ്ങളുമായി സംവദിച്ചു, ആശയവിനിമയം നടത്തി, അവർ പറയുന്നതെല്ലാം കേട്ടു. ഒരിടത്ത് പോലും ഒരു സംതൃപ്തിയോടെ, മനസമാധാനത്തോടെ ഒരു മറുപടി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും അസ്വസ്ഥരാണ്. എന്തോ ഒരു ഭീതി, ഭയാശങ്ക, അമർഷം, ദുഃഖം, പ്രതിഷേധം, ഇതാണ് എവിടെയും കാണാൻ കഴിയും. ഒരു നാട് നന്നാകാൻ 70 വർഷം പോരെ. നന്നാക്കാൻ ഇച്ഛാശക്തിയുള്ളൊരു ജനപ്രതിനിധി ഇവിടെ ഉണ്ടെങ്കിൽ ഈ നാട് നന്നാകും. പക്ഷെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് MLA ആയിക്കഴിഞ്ഞ് ഇവിടെ സ്ഥലം വിട്ടു പോയാൽ പിന്നെ അവരെ ആരെയും കാണില്ല, ജനങ്ങൾ കാണാറില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറില്ല. ഞാൻ നിരവധി CPMക്കാരെയും കോൺഗ്രസ്സുകാരെയും കണ്ടു. എൻ്റെ യാത്രക്കിടയിൽ അവരെയെല്ലാം കാണാറുണ്ട്. യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ വളരെ സൗഹൃദത്തോടെ, സ്നേഹത്തോടെ അവരോട് തോളിൽ തട്ടി സംസാരിക്കുമ്പോൾ അവരെല്ലാം ഒരു ഉത്കണ്ഠയോടുകൂടിയാണ്, അങ്ങേയറ്റത്തെ ഒരു അമർഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ആർക്കും ഒന്നും ഇന്നേവരെ ഈ നിയോജകമണ്ഡലത്തിൽ നേടാൻ കഴിയാത്തതിലുള്ള ദുഃഖമാണ് നിരവധി ആളുകളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അതിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ജനങ്ങൾ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും എന്നെനിക്ക് ഉറച്ച വിശ്വാസം. ആറന്മുള എന്ന് പറയുന്നത് ഈ ഭാരതത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പൈതൃക ഗ്രാമമാണ്. ഇവിടെ ഒരു പൈതൃക സർവകലാശാല, ഒരു ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റിയാണ് വരേണ്ടത്. അതേക്കുറിച്ചുള്ള ചർച്ചകൾ പലയിടത്തും നടത്തിക്കഴിഞ്ഞപ്പോൾ ഭാരതത്തിലൊരു ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി വരാൻ ഏറ്റവും അധികം യോഗ്യതയുള്ള, അർഹതയുള്ള ഒരേ ഒരു പ്രദേശം അത് ആറന്മുളയാണ്. ആറന്മുള എന്ന് പറയുന്ന ഈ വിശാലമായ ഭൂപ്രദേശമാണ്. 3 നദികൾ, അച്ചൻകോവിലാറും പമ്പ നദിയും
മണിമലയാറും ഒക്കെ തഴുകി ഒഴുകുന്ന ഒരു ഭൂപ്രദേശം, പ്രകൃതി രമണീയമായ, നല്ല പച്ചപ്പുള്ള, നല്ല വെള്ളമുള്ള, നല്ല വായുവുള്ള ഒരു ഭൂപ്രദേശം. പക്ഷെ ഇവിടെ ഒന്നുമില്ല, സർവ്വതും നഷ്ടപ്പെട്ടു പോയതാണ്. ഈ പ്രദേശത്തെക്കുറിച്ച് 1300 എഴുതിയ തിരുനിഴൽമാല എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അന്ന് ഏറ്റവും വലിയൊരു ട്രേഡ് സെന്ററായിരുന്നു, ഏറ്റവും വലിയ ഒരു വ്യാപാര വ്യവസായ കേന്ദ്രമായിരുന്നു. ഈ പമ്പയാറ്റിൽ കൂടിയായിരുന്നു എല്ലാ വിധത്തിലുള്ള വ്യാപാരങ്ങളും നടന്നിരുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ വ്യവസായമില്ല, വാണിജ്യമില്ല, വ്യാപാരമില്ല, കൃഷിയില്ല, ഒന്നുമില്ല. വിദ്യാഭ്യാസവും അതുമില്ല. ഒരു രംഗത്തും യാതൊരു വിധത്തിലുള്ള മേൽഗതിയും ഇല്ലാത്ത ഒരു ഭൂപ്രദേശം എന്നുള്ളതിലേക്ക് നമ്മുടെ ആറന്മുള അധപ്പതിച്ചു പോയി. ഇവിടെ എല്ലാം തരാമെന്ന് പറഞ്ഞവരുണ്ട്. ആറന്മുള സ്റ്റേഡിയം പണിയാം എന്ന് ഇവിടുത്തെ MLA പറഞ്ഞതാണ്. അവിടെ പവലിയം പണിയാമെന്ന് പറഞ്ഞു. അതുപോലെ അവിടെ ഒരു വലിയ പാർക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. വേറൊരു ഉദ്ഘാടനം നടന്നതാണ്. മാന്നാറിൽ നിന്നും ആറന്മുളയിലേക്ക് ജലഗതാഗതം ഉദ്ഘാടനം നടന്നതാണ്. മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ റോഡ് ഉദ്ഘാടനം ചെയ്ത പോലെയാണ്. അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്ത അപ്രോച്ചിന് വേണ്ടിയാണ്, അല്ലേ? എവിടെയെങ്കിലും അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് റോഡ്. അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തിട്ട് റോഡ് ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചാൽ പിന്നെ ഈ MLA കുറിച്ച് ഇനി വേറെ വല്ലതും പറയണം? എന്തൊരു ഗതികേടാണ് ഈ നാടിൻ്റെ ഒരു ഗതികേട്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് പണി ആരംഭിച്ചതാണ്, ഒരു പാലത്തിന്റെ പണി ആരംഭിച്ചത്. ഇത് ഇവിടുത്തെ മാത്രമല്ല, ഈ പ്രദേശത്തെമ്പാടും ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്നും പൂർത്തിയാകാതെ, നാട്ടിലെ ആർക്കും യാതൊരു പ്രയോജനവുമില്ലാതെ, ഈ നാട്ടിലെ ജനങ്ങളെ കഷ്ടപ്പാടുകളുടെയും വിഷമത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പടുകർത്തത്തിലേക്ക് തള്ളിയിട്ട് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദികളാരാണ്? ഇവിടെ നാളിതുവരെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ MLA-മാർ ഇതിന് ഉത്തരം പറയണം. ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്, LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. LDF-ന്റെ ടാഗ് ലൈൻ നിങ്ങൾ കണ്ടു കാണും. ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, LDF അല്ലാതെ മറ്റാരുണ്ട്. ശരിയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ, യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി. ആ രൂപത്തിലാക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട്? ഈ നാട്ടിൽ തൊഴിലില്ലായ്മ 27%. 100 യുവാക്കൾ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ അത് 27 പേർ തൊഴിലില്ലാത്തവരായിരിക്കും. കേരളത്തിലാണ് ഏറ്റവും അധികം തൊഴിലില്ലായ്മ ഈ നാട്ടിൽ കൊണ്ടുവരാൻ, ഈ നാട്ടിലെ യുവാക്കളെ ഈ പരുവത്തിലാക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട്? ചോദ്യം അതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഭൂമിയില്ലാത്തവർ 3.5 ലക്ഷത്തോളം പേർ ഭൂമിയില്ലാത്തവരാണ്, ഭൂരഹിതരാണ്. ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരും നമ്മുടെ കേരളത്തിൽ നിരവധിയുണ്ട്. നാളിതുവരെ 70 വർഷക്കാലമായി ഭരിച്ച്, 10 വർഷക്കാലമായി ഈ കേരളം ഭരിച്ച നിരവധി മുന്നണികൾ ഈ കേരളത്തിന്റെ ഭരണ നേതൃസ്ഥാനത്തിരുന്ന് കേരളത്തെ ഈ പരുവമാക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട്? ഈ പരുവമാക്കാൻ കേരളത്തിൽ എന്താ ഉള്ളത്? അവരുയർത്തുന്ന മുദ്രാവാക്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ എല്ലാം വലിയ ഹോർഡിങ്സ് എഴുതി വെച്ചിട്ടുണ്ട്, LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. ചീഫ് മിനിസ്റ്ററോട് എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യമുണ്ട്, ഒന്ന് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയാൻ LDF അല്ലാതെ മറ്റാരുണ്ട്? വേറെ ആരെങ്കിലും ഉണ്ടോ? LDF-ഏ ഉള്ളൂ. അതുപോലെ തന്നെ കടക്കുപുറത്ത് എന്ന് ആരോടാണ് പറഞ്ഞത്? തിരുവനന്തപുരത്ത് യോഗത്തിൽ പങ്കെടുക്കാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന പത്രലേഖകരോടാണ് പറഞ്ഞ് കടക്കുപുറത്ത് എന്ന് പറയാൻ LDF അല്ലാതെ മറ്റാരുണ്ട്? നമ്മുടെ ഈ നാട്ടിൽ LDF അല്ലാതെ മറ്റാരുമില്ല. ഒരു സ്ഥലത്ത് ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കടന്നു കയറി വന്നപ്പോൾ അവിടുത്തെ ഒരു പഞ്ചായത്തിന്റെ ഒരു ജനപ്രതിനിധി ഒരു സെൽഫി എടുക്കാൻ ശ്രമിക്കപ്പോൾ മാറി നിൽക്ക്, ശകാരിച്ചു. മാറി നിൽക്ക് എന്ന് പറയാൻ LDF അല്ലാതെ മറ്റാരുണ്ട് ഇവിടെ? നമ്മുടെ നാട്ടിൽ പട്ടിണി കയറി വരിക. ഇന്ന് ഈ കേരളത്തിലെ ദരിദ്രരായിട്ടുള്ള സാധാരണക്കാർ ആഹാരം കഴിക്കുന്നത് മോഡി സർക്കാർ കൊടുക്കുന്ന 5 കിലോ അരി സൗജന്യമായിട്ട് കിട്ടുന്നത് കൊണ്ടാണ്.
മോഡി സർക്കാർ 5 കിലോ അരി കൊടുക്കുകയാണ്. 15.5 ലക്ഷം ടൺ അരിയാണ് ഒരു വർഷം ഈ കേരളത്തിന് കൊടുക്കുന്നു. 15.5 ലക്ഷം ടൺ അരിയാണ്. ഇതേവരെ നാട് ഭരിച്ചിരുന്ന ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഈ കേരളത്തിൽ പാവങ്ങൾക്ക് അരി കൊടുക്കുന്നു, കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു, കഴിക്കാൻ ആഹാരം, കുടിക്കാൻ വെള്ളം, കയറിക്കിടക്കാൻ ഇടം, പാർപ്പിടം കൊടുക്കുന്നു. എല്ലാ വീടുകളിലും ശൗചാലയം, വൈദ്യുതി, വെള്ളം, എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കുകയാണ്. 70 വർഷം കഴിഞ്ഞപ്പോൾ പ്രായമായവർക്ക് സൗജന്യ ചികിത്സ. 70 വർഷം കഴിഞ്ഞാൽ ഇനി എന്ത് ഓപ്പറേഷൻ ലക്ഷക്കണക്കിന് രൂപ ചെലവായാലും അത് മോഡി കൊടുക്കും, മോഡി സർക്കാർ കൊടുക്കും. അങ്ങനെ വയോജനങ്ങൾക്ക് വേണ്ടി ചികിത്സാ സൗകര്യങ്ങൾ നൽകാൻ, സൗജന്യമായിട്ട് ചികിത്സാ സൗകര്യം നടക്കാൻ, അത് വേണ്ട വേണ്ട, ഈ കേരളത്തിൽ അത് വേണ്ട, ഞങ്ങളത് ഒപ്പിടില്ല എന്ന് പറയാൻ LDF അല്ലാതെ മറ്റാരുണ്ട്? വേറെ വിളിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതി ഒരു സ്കൂളിന് കിട്ടുന്ന 1 കോടി രൂപയാണ്. ഒരു സ്കൂൾ പണിയാൻ, അവിടുത്തെ കോർട്ടുണ്ടാക്കാൻ, കുട്ടികൾക്ക് കളിക്കാൻ, അവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുക്കാൻ PM ശ്രീ പദ്ധതി വെച്ച് നീട്ടിയപ്പോൾ അത് തള്ളിക്കളയാൻ, വേണ്ട വേണ്ട എന്ന് പറയാൻ LDF അല്ലാതെ മറ്റാരുണ്ട്? ഈ കേരളത്തിൽ വേറെ ആരുണ്ട്? അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖർക്ക് തിരുവല്ലയിലും മറ്റ് ചെങ്ങന്നൂരൊക്കെ പ്രസംഗിക്കാൻ പോകാൻ പറ്റാതെ വരും. ഞാനിത് മുഴുവൻ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളായി പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിങ്ങനെ പറയാനേ ഉള്ളൂ, ഒരു നേട്ടം പോലും പറയാനില്ല. എന്നാൽ ഒരു നേട്ടമെങ്കിലും പറയുന്നത് പെട്ടെന്ന് പോകായിരുന്നു. ഇല്ല, പിന്നെ എങ്ങനെയാണ് പറയാൻ? ഏതായിരുന്നാലും ഞാനിവിടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മത്സരിക്കുകയാണ്. താമര അടയാളത്തിൽ മത്സരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, യാതൊരു മേൽഗതിയും കിട്ടാത്ത ഈ നാടിനെക്കുറിച്ച് കഷ്ടപ്പെടുന്ന, ദുഃഖിക്കുന്ന, വേദനിക്കുന്ന, കണ്ണീരൊഴുക്കി നിസ്സഹായരായി വിലപിക്കുന്ന സാധാരണക്കാർ, പാവങ്ങൾ, അവരെ ഞാൻ ഓർക്കുകയാണ്. ഇവിടെ മിച്ചഭൂമി, ഈ ആറന്മുളയിൽ മിച്ചഭൂമി 382 ഏക്കർ ഭൂമി മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിച്ചു. എവിടെ? അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടെ 250 പാവങ്ങളെ, ഭൂരഹിതരെ കൊണ്ട് കുടില് കെട്ടി. അവരെവിടെ? ആ മിച്ചഭൂമിയുടെ കഥ ഇപ്പൊ എന്താണ്? CPM-കാർക്ക് പറയാവോ? വീണ ജോർജിന് പറയാവോ? ഒത്തുകളിയല്ലേ? ഈ പാവങ്ങൾക്ക് വേണ്ടി എന്താണ്? അതുകൊണ്ട് ഈ ആറന്മുളയുടെ സമഗ്ര പുരോഗതിക്ക്, വികസനത്തിനും ആണ് ഞാൻ മത്സരിക്കുന്നത്. ഈ നാട്ടിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായും ഈ നാടിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന സുപ്രധാനമായ ഈ തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഇനിയുള്ള നാളുകളിൽ കഠിനാധ്വാനം ചെയ്ത്, ഓവർ ടൈം വർക്ക് ചെയ്ത് വിജയതിലകം അണിയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. ആരും പോകരുത്, പരിപാടി അവസാനിച്ചിട്ട് പിരിയാവൂ. ഇന്ന് ഇപ്പൊ ഈ വേദിയിൽ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്